ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബീർബഹൂട്ടി പാഠം തുടങ്ങിയിരുന്നു. ഇപ്പൊ രണ്ട് കുട്ടികളുടെ കഥയാണ്. ആരൊക്കെയാണ്? ബേല और साहिल. दोनों कहाँ जा रहे हैं? स्कूल जा रहे हैं. और वो कहाँ रुके हुए हैं? എവിടെ നിൽക്കുന്നവര്? वो खेतों में रुके हुए. बारिश का मौसम है और क्या खोज रहे हैं? എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? खोज रहे हैं പറഞ്ഞ ചെടികളുടെ ഉള്ളിൽ എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബീർബഹൂട്ടി. ബീർബഹൂട്ടി പറഞ്ഞാല് ഒരു ചെറിയ ജീവിയാണ്. ചോര നിറത്തിലുള്ള ഒരു ചെറിയ ജീവിയാണ്. ചോളത്തിന്റെയും ഭാഗത്ത് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പൊക്കെ മഴക്കാലല്ലേ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചെറിയ ജീവിനെ. അപ്പൊ ചോര നിറം ചോര തുള്ളി പോലെയാണ് കാണുന്നത്. ബേലയും സാഹിൽ അവർ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോണ വഴിക്കാണ് മഷി നിറയ്ക്കണത്. പോവാണ് കടയിന്ന്. അപ്പൊ എന്താ അതും കൂടി കുടഞ്ഞ് കളയാണ്. പിന്നെ അവർ कौन-सी क्लास में पढ़ते हैं दोनों? दोनों 5वीं क्लास में. उनकी उम्र कितनी है? उम्र പറഞ്ഞ അവർ എത്ര വയസ്സ് വരെ? 11 साल के हैं. പിന്നെ അവർ ഏത് കസ്ബെ में रहते हैं? കസ്ബ ഗാവ്. ഏത് ഗ്രാമത്തിലാണ്? അവരുടെ ഗ്രാമത്തിന്റെ പേരെന്താണ്? ഫുലേര. അതെവിടെ സ്ഥിതി ചെയ്യണ്? രാജസ്ഥാനില് ജയ്പൂർ. ജയ്പൂരിന്റെ തലസ്ഥാനം എന്താ? സോറി, രാജസ്ഥാന്റെ തലസ്ഥാനം എന്താണ്? ജയ്പൂർ. ജയ്പൂരിന്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് ഫുലേര. അപ്പൊ അവിടെ രണ്ട് കുട്ടികളുടെ കഥയാണ്. അവര് മഷി നിറയ്ക്കാൻ പോണു. അങ്ങനെ മഷി നിറച്ചിട്ടില്ല. അങ്ങനെ സ്കൂളിലേക്ക് എത്താണ്. ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞു. ക്ലാസ്സിലെത്തിയിട്ട് അവര് ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരുന്നിരുന്ന്. അവരെന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. പാസ് പാസ് ബാറ്റ്ന, പാസ് പാസ് ഖാന ഖാന. ഖാന ഭക്ഷണം കഴിക്കാനും പഠിക്കാനും എഴുതാനും. എന്താണ് ഒരാള് വായിക്കുന്നു, മറ്റേ ആളും അതന്നെ വായിച്ചിരുന്നു. ഇതൊക്കെയാണ് നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. പക്ഷെ അവർക്ക് ഒരാള് പേടിയുണ്ടായിരുന്നു. ഒരു ക്ലാസ് അവർ ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരുന്നത്? കോൺസാ വിഷയം സുരേന്ദർജി? ഗണിത്, മാത്സ്. അപ്പൊ ഗണിത്തിന്റെ സാർ എന്തായിരുന്നു? തോടാ സാ ഭി ഗൽത്തി ഹോ തോ തലയും വില തുടങ്ങും. നല്ല അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല വില പോയി. അത് നമ്മള് അവിടെ വെച്ചിട്ടാണ് വില ബഹുത് ഷർമിന്ദ ഹെ. വില बहुत और ആൾക്ക് അടുത്ത് വന്ന സീറ്റിൽ ഇരിക്കുമ്പോ തന്നെ എന്താണ് സാറ്. അപ്പൊ ഈ പാരഗ്രാഫിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയത് എങ്ങനെയായിരുന്നു? അവൾക്ക് എന്താണ് അവന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയങ്കര മടി. അവള് അടിക്കോ എന്ത് പണിയും ചെയ്യോ, അടിയോ കൊള്ളാനൊക്കെ സമ്മതാണ്. പക്ഷെ അത് അവളുടെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആണ്. സാഹിൽ ഇല്ലെങ്കിൽ അവൾക്ക് അടി കിട്ടുക, മുടി പിടിക്കുക എന്തായാലും വേണ്ടില്ല. പക്ഷെ സാഹിലിന്റെ മുമ്പിൽ വെച്ച് ചെയ്തുകൊണ്ട് അവൾക്ക് ഭയങ്കര നാണക്കേട്. ഷീസ് ഫീലിംഗ് വെരി ഷെയിം. ഷെയിം പറഞ്ഞ അവൾക്ക് നസർ നെഹി ആക്കർ ബാഠി ഉസ് നസർ നെഹി മിലാ പായെ. അവൾ മുഖത്തേക്ക് നോക്കാൻ വയ്യ അവൾക്ക്. അത്രയും എന്താണ് എന്തോ അവള് കുറ്റം ചെയ്ത പോലെ അത്രയും നാണക്കേട്. ഷീസ് ഫീലിംഗ് വെരി ഷെയിം. നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കാം. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद छुट्टी. അങ്ങനെ നമ്മളുടെ ഇവിടെ ഓണത്തിനൊക്കെ 10 ദിവസം പൂട്ടില്ലേ? അപ്പൊ തെക്കേ അവിടെ ഇന്ത്യയിലൊക്കെ രാജസ്ഥാൻ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ്
നമ്മൾക്ക് ഇവിടെ ഓണത്തിന് പൂട്ടണ പോലെ അവിടെ ദീപാവലി ദസറ ഹോളിഡേസ് പറയും. ദീപാവലിക്ക് 10 ദിവസം പൂട്ടാറുണ്ട്. അവർക്ക് ഇങ്ങനെ എത്ര ദിവസങ്ങള് പൂട്ടി തുറന്നപ്പോൾ എന്താണ് ചുട്ടിയോ ഹോളിഡേസ് കഴിഞ്ഞ് അവര് സ്കൂളിയുടെ തലേന്ന് സിർപ്പ സഫേദുള്ള ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. പട്ടി പറഞ്ഞ ബാൻഡേജ്. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കെഹറാത്ത. സ്കൂളിൽ വന്നപ്പോ ആ കുട്ടിയുടെ പേരല്ല. അപ്പൊ എന്താണ് ഓയ് 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 ആ വെള്ള എന്താ തലേമ കെട്ടുള്ള കുട്ടിയെ അങ്ങനെ വിളിച്ച്. तो कोई സുൽത്താന ഡാക്കു. സുൽത്താന ഡാക്കു പറഞ്ഞ കൊള്ളക്കാരന്മാരെ തലയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഗുണ്ടായുസം പോലെ നടത്തും. അപ്പൊ ഒരു ഡാക്കുവിന്റെ ഒരു കൊള്ളക്കാരന്റെ പേരാണ് സുൽത്താൻ. तो कोई कुछ और कहकर चिढ़ा रहा था. ചിലവര് വേറെ വേറെ പേര് വെച്ചിട്ട് അവളെ കളിയാക്കുകയായിരുന്നു. കെഹക്ക ചിട പറഞ്ഞ ഹോയ് ഹോയ് ഹോയ്. അവള് സ്കൂളിൽ കൂട്ടി ദീപാവലി ഹോളിഡേസ് കഴിഞ്ഞ് വന്നപ്പോ ചിലവര് അവളെ ഇങ്ങനെ സഫേദ് പട്ടി വാലി എന്താണ് ആ തലേമ വെള്ള കെട്ടിയുള്ള കെട്ടി കെട്ടിയ കുട്ടിയെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അല്ലെങ്കിൽ കൊള്ളക്കാരത്തി ഒക്കെ പറഞ്ഞ് വിളിക്കുക. ഓരോന്ന് കളിയാക്കി വിളിക്കുക. ചിടാ ഒരു പേര് ആരെ കളി सिर पे चोट लगी है. ആരെ തലയിലാണ് മുറി വന്നത്? ബേല. ये क्या हो गया बेला? साहिल ने परेशान होते पूछा. അപ്പൊ സാഹിൽ ഇത് കണ്ടപ്പോ ചോദിച്ചു ബേലാനക്ക് നിന്റെ തലയിൽ ഇപ്പൊ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നല്ല അച്ഛേ ദോസ്തേ. സാത്ത് സാത്ത് ബാഠത്തെ ഥേ. അല്ല ഒരുമിച്ച് ഇരിക്കും, പിന്നെ ഒരുമിച്ച് വായിക്കും. ഏത് പേജാണ് സാഹിൽ വായിക്കുന്നത് മറ്റേ ബേലി ആ പേജ് തന്നെ വായിക്കും. അങ്ങനത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവര്. അപ്പൊ സാഹിലിന് ഇത് കണ്ട് ഭയങ്കര വിഷമായി. ഛത്ത് സെ ഗിർ ഗയി. ഇവിടുന്ന് പോയി ടെറസിന്റെ മുകളിൽ നിന്ന് വീണു. बेला ने हंसते हुए कहा और कहा बहुत दिन हो गए, आज खेल घंटी में गांधी चौक में लंगड़ी टांग खेलेंगे. അങ്ങനെ ഇവിടുന്ന് വീണു ടെറസിന്റെ മുകളിൽ നിന്ന്. ോണ്ട് പറഞ്ഞു ഓർ കഹങ്ങൾ കാര്യം ഖേൽ ഘണ്ടി മേ ഗാന്ധി ചോക്ക് മേ ലംഗടി ടാങ് ഖേലെങ്കി. ഗാന്ധി ചോക്ക് പറഞ്ഞാൽ ഓരോ നമ്മളുടെ ബിൽഡിങ്ങിന് പേരുണ്ടാവില്ല സ്കൂളില്. ഓരോ അങ്ങനെ ഒരു ഗ്രൗണ്ടിന്റെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഗാന്ധി ചോക്ക് ഓരോ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു പ്ലേസിന് സ്കൂളില് പേര് കൊടുത്ത് ചോക്ക്. അപ്പൊ ആ ഏരിയക്ക് ഒറ്റക്കാലം ചാടി പിടിക്കുന്നില്ല കുട്ടികൾ കുറെ പിടിക്കുക, അത് ഔട്ടാവും. ആ കളി കണ്ടിട്ടില്ല നിങ്ങൾ കളിക്കുന്നുണ്ടാവും അതൊക്കെ അല്ലേ? കുറെ കുട്ടികൾ ഓടും, ഒരാളത് ഒറ്റക്കാലം ചാടിയിട്ട് ഒരാളെ ഔട്ടാക്കും. ഔട്ടാക്കിയ ആള് പിന്നെ മറ്റേ കുട്ടികളെ പിടിക്കുക അങ്ങനെ. അപ്പൊ അത് നമുക്ക് പി ടി പീരീഡിൽ എന്ത് കളിക്കാ പറഞ്ഞു ബില? നമുക്ക് ലംഗടി ടാങ് കളിക്കാന്ന്. കുറെ ദിവസങ്ങളായി സ്കൂളിൽ കൂട്ടി വന്നപ്പോ നമുക്ക് കളിയൊന്നും കളിച്ചിട്ടില്ല. നെയ് ഖേലെങ്കി തേരെ സിർ മേ ഫിർ സെ ചോട്ട് ഫിർ സെ ലഗ് ജായേഗി. ഇപ്പൊ എല്ലാ സാഹിൽ എന്താ പറഞ്ഞ എല്ലാം വേണ്ട കളിക്കണ്ട, എന്റെ തലയിൽ പിന്നെയും മുറിയാവും അല്ലേ? അതുകൊണ്ട് എന്റെ തലമ കെട്ടൊക്കെ കിട്ടിയിട്ടല്ല അപ്പൊ കളിക്കാൻ പോണ്ട. നെഹി ലഗേഗി ബേലാനെ സിദ് കി. ഇല്ല മുറിവൊന്നും ആവില്ല. അപ്പൊ വാശി പിടിച്ചു. ജിദ് പറഞ്ഞ നമുക്ക് കളിക്കാന്ന് എന്തായാലും നിർബന്ധമായി പഠി കളിക്കാന്ന്. और मैं हमेशा वे हम गांधी चौक की बालू में पूरी खेल और वे हमेशा की तरह ഹമേഷ എപ്പോഴും ചെയ്യണം. പി ടി പീരീഡിൽ എപ്പോഴും ലംഗടി ടാങ് കളിച്ചിരുന്നു. ഒറ്റക്കാലം വെച്ച് ഇങ്ങനെ കുക്കിയിട്ട് പിടിക്കുന്നതാണ് ആ കളി. സാരെ ബച്ചും എല്ലാ കുട്ടികളുടെ ഒപ്പം ഗാന്ധി ചോക്ക സ്ഥലത്ത് എന്താണ് ഗാന്ധിജിക്ക് ബാലു ബാലു പറഞ്ഞ മണൽത്തരികളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൽ കളിക്കുമ്പോ വീണാലും മുറിയൊന്നും ആവില്ല മണലില് കളിക്കുമ്പോ. ഇപ്പൊ നമ്മള് നിങ്ങള് സ്പോർട്സ് കണ്ടിട്ടുണ്ടോ? ഇതിന് ലോങ് ജമ്പിനൊക്കെ ഹൈ ജമ്പിന് എന്താ നമ്മള് ചാടുമ്പോ അവിടെ മണലിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത്ര മുറിയാവില്ല. അപ്പൊ അതുപോലെ ആ ഏരിയയിൽ അവര് കളിക്കാനായിട്ട് മണലിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ മുറിവൊന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് ഗാന്ധി ചോക്ക് അവിടെ പോയി കളിക്കാം നമുക്ക്. അങ്ങനെ പൂരി ഖേൽ ഘണ്ടി ലംഗടി ടാങ് ഖേലെ. അങ്ങനെ ആ പീരീഡ് മുഴുവൻ
അവനവരെ इन बच्चों को देखकर गांधी जी की मूर्ति ऐसी दिखाई ഗാന്ധി ചൗക്ക് പറഞ്ഞ ആ ഗാന്ധിജിയുടെ പ്രതിമ കാണുമ്പോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാ. ഗാന്ധിജി പുഞ്ചിരിക്കണ പോലെ ഈ കുട്ടികൾ അടുത്ത് കളിക്കണോണ്ട് ആ സന്തോഷം കൊണ്ട് ഗാന്ധിജിയുടെ മുഖത്ത് എന്തുണ്ട് കൂടുതൽ മുഖമുണ്ട്, പുഞ്ചിരി ഉണ്ട് എന്നാണ്. കുട്ടികളെ എന്താണ് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധി ചോക്ക് ऐसी दिखाई पड़ती है. അത് കാണുമ്പോൾ എന്താണ് കണ്ടപ്പോൾ എന്ത് തോന്നി? जैसे और समय से कुछ अधिक मुस्कुरा रही हो. कुछ മറ്റുള്ള സമയക്കാളും ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നോ കാണുന്ന പോലെ ഇന്ന് കുറച്ച് കൂടുതൽ പുഞ്ചിരിക്കണ പോലെ കുട്ടികൾ അടുത്ത് കളിക്കണോണ്ട് ഗാന്ധിജിക്ക് എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. से कुछ अधिक मुस्कुरा रही है. मुस्कुरा वरना पुंजिरिकुंडेന്ന് തോന്നി. रविवार का दिन था. सब कहाँ खेल रहे थे ये लोग? बच्चे कहाँ खेल रहे थे? गांधी चौक में. किसके सिर में चोट लगी? ആരെ തലയിലാണ് മുറിവാൻ തട്ടിയത്? ബേല. ഏത് കളിയാണ് കളിച്ചത്? ലങ്കടി ടാങ്. ടീച്ചർ എന്ത് കേൾക്കുന്നില്ല. ഇവിടുന്നാണ് അറിയാവുന്നത്. ഛത്ത് സേ. ഹലോ 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 കേക്കണ്ട? ഹലോ കേക്കുണ്ട്. ആ ഗാന്ധിജിക്ക് മൂർത്തി ऐसी दिखाई पड़ी. മൂർത്തി പറഞ്ഞാല് പ്രതിമ. ഗാന്ധിജിയുടെ ആ ഗാന്ധി ചോക്ക് നിങ്ങളെ സ്കൂളിൽ പ്രതിമകൾ ആ പ്രതിമേന്റെ അടുത്തുള്ള സ്ഥലത്തിന് നമ്മള് അവര് പേരിട്ടതാണ് ഗാന്ധി ചോക്ക്. അപ്പൊ അവിടെ കളിക്കുമ്പോൾ അവിടെ പ്രതിമ ഉണ്ട്. അപ്പൊ ഈ കുട്ടികൾ ചുറ്റും കളിക്കുമ്പോ എന്താ തോന്നിയത്? ഗാന്ധിജിയുടെ മുഖത്തുള്ള ആ സന്തോഷം ഒന്നും കൂടി കൂടിയ പോലെ, ആ പുഞ്ചിരി ഒന്നും കൂടി കൂടിയ പോലെ ഈ കുട്ടികൾ അടുത്ത് കളിക്കണോണ്ട് ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷമായ. അപ്പൊ അവര് നല്ല രസമായിട്ട് കലങ്കടി ടാങ്ക് കളിച്ചു. അപ്പൊ ആരെ തലയിലാ മുറിവായത്? ബേലയുടെ തലയിൽ മുറിയായി. അവള് ഛത്ത് സേ ഗിർ ഗയി. അങ്ങനെ ദീപാവലി ഹോളിഡേസ് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ രവിവാർ കാ ദിൻ ഥ. രവിവാർ പറഞ്ഞ സൺഡേ അല്ലേ? രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അറിയില്ലേ ഹിന്ദിയില്? രവിവാർ പറഞ്ഞാല് സൺഡേ, സോമവാർ പറഞ്ഞ മൺഡേ, മംഗൾവാർ പറഞ്ഞ ട്യൂസ്ഡേ, ബുധവാർ പറഞ്ഞ വെനസ്ഡേ, ഗുരുവാർ പറഞ്ഞ തേഴ്സ്ഡേ, ശുക്രവാർ പറഞ്ഞ फ्राइडे, शनिवार वरना सैटरडे. सो कौन सा दिन था ये? रविवार का दिन, संडे था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അങ്ങനെ സൺഡേ ആയിരുന്നു, സ്കൂൾ അവധിയല്ലേ, രവിവാർ സ്കൂൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ സാഹിൽ എന്ത് ചെയ്യായിരുന്നു? അവന് നീം കെ പേട്. നീം പറഞ്ഞ ആര്യവേപ്പിന്റെ മരം ഉണ്ടാവില്ലോ, എല്ലാരും വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ലോ, കയ്പും വേപ്പ് ഉണ്ടാവില്ലേ? അത്. അപ്പൊ അതിന്റെ മരക്കൊമ്പ് ജൂറഹാഥ. അവനിങ്ങനെ ഉൾപ്പർ ചെടുക്കർ ജൂത്താഥ. ഒരു സ്റ്റൂള് താഴെ വെച്ചിട്ടുണ്ട്, അതിന്റെ മോള് കേറിയിട്ടാണ് ഊഞ്ഞാല ആ കൊമ്പ് പിടിച്ച് ആടുക. ബസ് एक स्टूल पर चढ़कर झूलता था. झूलता था ना
ആടുക. അച്ചാനക് ടൂटे സ്റ്റൂൾ की कील സാഹിൽ की പിണ്ടലി മേ ലഗ് ഗയി. ഇതാണ് പെട്ടെന്ന്. അച്ചാനക് പറഞ്ഞ എന്താണ്? പെട്ടെന്ന്. ടൂटे टूटे സ്റ്റൂൾ പറഞ്ഞാല് പൊട്ടിയ സ്റ്റൂള്. കീൽ പറഞ്ഞാൽ എന്താണ്? ആണി. സ്റ്റൂളിന് ആണിയോണ്ടല്ലേ ഒപ്പിച്ചിട്ട് പോകുന്ന തന്നെയല്ലോ. അപ്പൊ എന്താ സംഭവിച്ചത്? അവൻ ആടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്തു? കീൽ സാഹിൽക്ക് അതിനൊരു ആണിന്റെ ആണി സാഹിൽക്ക് പിണ്ടലി പറഞ്ഞ എന്താണ്? ഹലോ, ഹലോ. ആ കേക്കണില്ല. ഹലോ. ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാണ്. എന്ത്? നെറ്റ്വർക്കിന്റെ എന്തോ കുഴപ്പം. ഇപ്പൊ ശരിയാവേ. ആ നെറ്റ്വർക്കേ. ആ ഹലോ, ഉണ്ടോ? ആ കേക്കണുണ്ട്. ആ. ആ ഇപ്പൊ സാഹിലും ബേലയും കൂടി എന്താണ് ഒരു ദിവസം സ്കൂളിലേക്ക് എത്തിയപ്പോൾ, ഹലോ,
ആ में नींद पकड़कर झूल रहा था. रविवार പറഞ്ഞാല് സൺഡേ. ഹലോ हेलो. वह एक स्टूल ആ पर चढ़कर झूलता था. അങ്ങനെ അവന് സ്റ്റൂളുമ്മ കേറിയിട്ടാണ് ऊंचालाड़ीद. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. 1 इंच പറഞ്ഞ ഒരു അവന്റെ കാലിന്റെ ഉള്ളിൽ ആ കാലിന്റെ മുട്ടിന്റെ പിൻഭാഗത്ത് എന്താണ് അവന്റെ മുറിവായി. ഭയങ്കര ഇത് ആയിട്ട് സംഭവിച്ചത്. അവന്റെ കാലിന്റെ ഉള്ളിലേക്ക് എന്താണ് ആ ആണി കേറി. ആണി കേറിയപ്പോൾ എന്താണ് അവന്റെ വലിയൊരു 1 ഇഞ്ച് നീളം ഗഡ്ഢ പറഞ്ഞ കുഴി പോലെ ആയി. കുഴി പോലെ ആയതുകൊണ്ട് അവന് അതും മുറിവായി. മുറിവായപ്പോൾ എന്താ സംഭവിച്ചത്? മുറിവായിട്ട് അവന്റെ കാലും ഒരു വലിയൊരു മുറിയായി. ഇപ്പൊ അടുത്ത ആളാരാണ് മുറിവായത്? സാഹിലിന്റെ കാലും മുറിവായി. अस्पताल में बंधवाने के लिए ले जाया गया. खड़ी കാലുമേ എന്തുമാടായിരുന്നു അവന്? ആര്യവേപ്പിന്റെ കൊമ്പുമേ പിടിച്ചാടായിരുന്നു. അങ്ങനെ ആ പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി നിന്നിരുന്ന ആ ആണിമേ അവന്റെ കാല് പൊട്ടി വീണപ്പോ ആ കാലുമേണ് ആണി കുത്തി കയറിയത്. 1 ഇഞ്ച് ഉള്ളിലേക്കാണ്. 1 ഇഞ്ച് 1 ഇഞ്ച് പറഞ്ഞാൽ എന്താണ്? 1 ഇഞ്ച് ഉള്ളിലേക്ക് ഗഹര പറഞ്ഞാൽ ഡീപ്പായിട്ട് അങ്ങനെ കുഴിയായി ഗഡ്ഢ. ആ കീല് ആണി കുത്തി കയറിയപ്പോ അങ്ങനെ അവന് സർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പട്ടി ബന്ധവാനെ കേലിയെ ലേഖ. പട്ടി പറഞ്ഞ ബാൻഡേജ് കെട്ടാൻ മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. 2 ആൾക്കാരെ മുമ്പിൽ ആര് നിൽക്കുന്നുണ്ട്? ബേല നിൽക്കുന്നുണ്ട്. ബേല എന്തിനാണ് വന്നിട്ട്? ബേല തലയമ്മത്തെ മുറി ബാൻഡേജ് ചെയ്യാന്. സിർമി പട്ടി ബന്ധവാനെ ആയി. എന്തിനാണ്? തലയമ്മത്തെ ബാൻഡേജ് കെട്ടാൻ വന്നിട്ട്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे. അങ്ങനെ സ്കൂളിൽ ആത്തെ ജാത്തെ കുറെ ദിവസം സ്കൂളിൽ വന്നും പോണ്ടിരിക്കുമ്പോൾ കക്ഷാമേ ക്ലാസ്സിൽ കുറെ ദിവസങ്ങൾ എന്താണ് 2 ऐसे बच्चे 2 കുട്ടികളെ കാണപ്പെട്ടു. എങ്ങനത്തെ കുട്ടികളെ? എന്താണ് 2 കുട്ടികളുടെ പ്രത്യേകത? ഒരാളുടെ തലയുമേയും ഒരാളുടെ കാലുമേയും എന്തുണ്ടായിരുന്നു? ബാൻഡേജ് അല്ലേ? जिनमें से एक के सिर पर पट्टी बंधी होती थी. ഒരാളുടെ തലയുമേ ഒരാളുടെ ഏക്ക് ഈ പിണ്ടലിമേ. പിണ്ടലി പറഞ്ഞ മുട്ടിന്റെ താഴെയുള്ള ഭാഗം, പിൻഭാഗം മാംസമുള്ളല്ലേ അവിടെയിട്ട്. അപ്പൊ മുട്ടിന്റെ താഴെയുള്ള ഭാഗം ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ ബാൻഡേജ്. അപ്പൊ 2 കുട്ടികളുടെ ആ സ്കൂളിൽ വരും പോണം കാണാം. 2 കുട്ടികളുടെ സഫേദ് പട്ടി. സഫേദ് പറഞ്ഞ വെള്ള നിറത്തുള്ള ബാൻഡേജ് കെട്ടിനു. സഫേദ് പട്ടി വാലെ ये दोनों कहीं पर भी साथ ही दिखाई देते. എപ്പോഴും അല്ലെ തന്നെ ഇവര് നല്ല കൂട്ടുകാരാണ്. സാത്ത് സാത്ത് ചലത്തെ സാത്ത് സാത്ത് പഠിത്തെ അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ഈ കുട്ടികളും എന്താണ് ബാൻഡേജ് കെട്ടുന്ന
में പട്ടി है सिर में തലമാരൻ അല്ലെ. അപ്പൊ സഫേദ് പട്ടി ഇവര് ഒരുമിച്ചാണ് ഇവിടെ പഠിച്ച 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ എന്തായി റിസൾട്ട് വന്നു. दोनों छठी में आ गए. छठी പറഞ്ഞ 6ാം ക്ലാസ്സിലേക്ക് വന്നു. ये स्कूल 5वीं तक ही था. ഈ സ്കൂള് നമ്മള് LP സെക്ഷന് ചില സ്കൂളുകളിൽ 5ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ നമ്മൾ വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കും. അപ്പൊ അതുപോലെ ഈ സ്കൂളിലും എന്താണ് 6ാം ക്ലാസ് UP സെക്ഷന് ഇല്ല. സാഹിൽ അബ് തും കഹാ പഠോगे ബേലാനെ പൂച്ച. എന്തായാലും ഇവിടെ 5ാം ക്ലാസ് വരെയുള്ളൂ, 6ാം ക്ലാസ് ഇല്ല. അപ്പൊ ഇനി ഇവർ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ബേല ചോദിക്കുകയാണ്, സാഹിൽ അബ് തും കഹാ പഠോगे ഇനി ഏത് സ്കൂളിലാണ് പഠിക്കാൻ പോണത്? और तुम कहाँ पढ़ोगी बेला, സാഹിൽ ने पूछा. और तुम സാഹിൽ ചോദിക്കുകയാണ് എന്താണ്, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगी. അപ്പോ ബേല എവിടെ പഠിക്കുക? രാജകീയ കന്യാ പാഠശാല, ഗേൾസ് കോളേജോ ഗേൾസ് സ്കൂളൊക്കെ പറയില്ല അതുപോലെ അവിടെ. മുझे अगले साल अजमेर भेज दें. ഞാൻ അജ്മീർ എന്നെ പറഞ്ഞയക്കും. वहाँ एक हॉस्टल है घर के दूर कहाँ वहाँ अकेला रहूंगा. അപ്പൊ നിന്നെ നീ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ക്യൂ സാഹിൽ, എന്തുകൊണ്ട്? പത്താ നഹി ക്യൂ, എന്തിനാ എന്നെ ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കണേ? അതൊന്നും എനിക്ക് അറിയില്ല, സാഹിൽ പറയാണ്. രണ്ടുപേർക്കും വിഷമമുണ്ട് പിരിയാൻ. ഇവര് എല്ലാ കാര്യങ്ങളും എന്താണ് ഒരുമിച്ചാണ് വായിക്കലും കഴിക്കലും ഇരിക്കലും ഇതൊക്കെ അവര് ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് എന്താണ് വേറെ പിരിയുമ്പോ ഒരു വിഷമം. അപ്പൊ ഇനി എന്താ ചെയ്യാ? അപ്പോ അവർക്ക് വേർപിരിയാൻ ഒരു ഇത്, ഒരു അത്രയും നല്ല കൂട്ടുകാരാണ്. കന്യാസ്ത്രീയാണ് പോണത്. അപ്പൊ അവർക്ക് യാനി അബ്ദു ഫുലേര മേഹിനീരോക്കെ, ഒരു ഗ്രാമത്തിന്റെ പേരെന്തായിരുന്നു? ഫുലേര അല്ലെ. അവരിഞ്ഞി ഇവിടെ നീ ഇനി താമസിക്കേ ഇല്ലേന്ന്. നെഹി തുമാറാ റിപ്പോർട്ട് കാർഡ് ദിഖാന. ഹലോ.
ഓരോ സാധനങ്ങൾ അവര് അപ്പൊ കണ്ണിൽ നിറച്ച് വെള്ളം നിറഞ്ഞു. അപ്പൊ കരണ്ട് ഈ ഇതില്ലേ ചിമ്പട ഇങ്ങനെ ചിമ്പി എന്തുകൊണ്ട് അവർക്ക് സങ്കടം കാരണമാണ് അല്ലെ, ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കണ്ണടച്ച് ഡബായി പറയുന്നത്. അങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞു, എന്താണ് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് എന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞ അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്യണത്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ അടയ്ക്കും തുറക്കും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവൾക്ക് അറിയണില്ല, അവള് ചിരിച്ചോണ്ട് പറയാണ്, എന്താണ് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് കണ്ണില് വെള്ളം നിറഞ്ഞു. അപ്പൊ എന്തിന്റെ കാരണാണ്, അവര് പിരിയാണ് സങ്കടം കാരണമാണ് അല്ലേ. നല്ല ഫ്രണ്ട്സ് ആവുമ്പോ നമുക്ക് പിരിയാൻ ഭയങ്കര വിഷമമുണ്ടാവും അല്ലെ. സാഹിൽക്ക് ആക്കിയതാണ്, അവളുടെ കണ്ണുകളും കണ്ണുനീര് വരുന്നുണ്ട്. പിന്നെ സാഹിലിന്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു, ചോന്ന നിറം. അത് ഏതായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്, ഏതുപോലെയാണ്, ബീർബഹൂട്ടി के तरह लाल रंग का हो गया उसका आंख. सो साहिल का आंख भी लाल रंग का है और उनमें बारिश की बूंदों सा पानी भर गया था. उनमें बारिश की बूंदों പറ എങ്ങനെയാണ്, കണ്ണ് ചോന്ന നിറവായിരുന്നു, അതില് കണ്ണില് വെള്ളം നിറഞ്ഞു. അപ്പൊ എന്തുപോലെയാണ് എന്തായിട്ടാണ് സങ്കല്പിച്ചത്, കണ്ണ് ബീർബഹൂട്ടിന്റെ പോലെ കണ്ണുനീര് മഴത്തുള്ളികളുടെ പോലെ, മഴത്തുള്ളികളാണ് അല്ലേ, മനസ്സിലായോ. അപ്പൊ അതൊരു നല്ല ഇതാണ് ട്ടാ. साहिल की आंखों बीरबहुटी की तरह लाल होने लगी थी और उसमें बारिश की बूंदों सा पानी भर गया था. ഇപ്പൊ മഴക്കാലത്ത് എങ്ങനെയാണ് വെള്ളം പ്രകൃതിയിൽ വെള്ളം നിറയോ ചെടികളൊക്കെ നിറയുമ്പോൾ ആ സമയത്താണ് ബീർബഹുട്ടിനെ കാണപ്പെടുന്നത്. ഇവിടെ ഒരു വേർപിരിയുമ്പോഴും എങ്ങനെയാണ്, സാഹിലിന്റെ കണ്ണുകൾ ചോന്ന നിറമായിരുന്നു, അതിന്റെ മുമ്പ് വെള്ളം അങ്ങനെ ഒഴുകുന്നു. മഴയത്ത് ബീർബഹുട്ടിനെ കണ്ട പോലെ. ബേല कहने लगी मैं चिढ़ाऊं अब तुम्हें. ബേല അപ്പൊ ഇന്നെ ആദ്യം കളിയാക്കി, എന്താ പറഞ്ഞ്, നീ എന്തിനാ നിന്റെ കണ്ണിൽ വെള്ളം നിറച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കളിയാക്കട്ടെ, മേ ചിढ़ाऊं अब तुम्हें റൂനി സൂരത് സാഹിൽ റൂനി സൂരത്ത്. അതിനപ്പൊ കളിയാക്കാണ്, അയ്യോ കരയണ സാഹില് കരയണ പോലെ മുഖം അവന്റെ പറഞ്ഞിട്ട് കളിയാക്കാണ്. बारिशें आने से बाकी थी, 1.5 महीना बाकी था. बारिशें आने में 1.5 महीना, बारिशें आने में 1.5 महीना പറഞ്ഞാല് ഇനിയും അര മാസം, അര. बारिश आने में 1.5 महीना बाकी था लेकिन यह बारिशों से पहले की बारिश का एक दिन था. ഒരു അരമാസം കൂടി കഴിഞ്ഞാലാണ് ബാരിഷിന്റെ മോസം തുടങ്ങണത്. ലേക്കിൻ യഹ് ബാരിഷെ സെ പെഹലെ കി ബാരിഷ്. അപ്പൊ അതിന്റെ മഴയത്തെ മുമ്പുള്ള ബാരിഷാണ്, കണ്ണെന്ന് വെള്ളം ഇങ്ങനെ പൊടിയാണ്. ബാരിഷോ സെ ബാരിഷ് ക ഏക് മഴക്കാലം തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരു ആണ് ഇത്. ആസ്മാൻ മേ ഘട്ടാएं गिरी थी, धूल भरी तेज हवाएं चल रही थी. അപ്പോ മഴക്കാലം വരാൻ പോണതിന് മുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ മേഘങ്ങളൊക്കെ നിറഞ്ഞപ്പോ മേഘട്ടായി കറുത്ത മേഘാസന ആകാശത്ത് നിൽക്കണം. ധൂൽ ഭരി തേജ് ഹവായ് കണ്ണുനീരിന്റെ മഴയാണ് പെയ്യണത്. അതാണ് ഇവിടെ പറയണത്. ആസ്മാൻ മേഘട്ട, ഇവിടെ മനസ്സിൽ ആകെ വിഷമം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് പറയുന്നുണ്ട്, മഴക്കാലം തുടങ്ങി ഇനിയും അരമാസം
കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തുടങ്ങും. പക്ഷെ ഇവിടുത്തെ മഴയാണ് ആരെ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് കുട്ടികളുടെ പിരിയല്. ആരൊക്കെയാണ് രണ്ട് കുട്ടികള്? ബേലിയും സാഹിലും. അവർ വേറെ എന്തുകൊണ്ട് പിരിയാണ്? क्योंकि वो स्कूल में 5वीं क्लास ही तक था. 5 5 ക്ലാസ് വരെയുള്ളൂ. ഇനി അടുത്ത ക്ലാസ് വേറെ സ്കൂളില് 6 ക്ലാസ് വേറെ സ്കൂളിൽ പോയി പഠിക്കണം. ഇവിടുത്തെ മഴ ഉദ്ദേശിക്കുന്ന ഇവരെ കണ്ണിന്ന് ഉള്ള വിഷമം, ആ മനസ്സിലുള്ള വിഷമത്തിന്, അതാണ് മഴയായിട്ട്, ആ കണ്ണുനീരിനെയാണ് മഴയായിട്ട് സങ്കല്പിച്ചത്. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഗലീമേ. അപ്പോ കറുത്ത മേഘങ്ങള് ഒരു ഗ്രാമത്തിന്റെ ഇടവഴി കൂടെ എന്താണ്? ഗലീമേ 5वीं से 6वीं में चली गई एक लड़की. 5 ക്ലാസ്സിൽ നിന്ന് 6 ക്ലാസ്സിലേക്ക് പോയ ഒരു പെൺകുട്ടി ആ ഇടവഴി കൂടെ പോകുന്നു. ഉസ്കെ ബൂരെ ബാൽ. ബൂരെ പറഞ്ഞ ആ ബ്രൗൺ നിറത്തിലുള്ള മുടി, മണ്ണ നിറത്തിലുള്ള മുടി, എന്താണ് മുടി. ബീർ ബഹൂട്ടിയോ കെ റംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ थे. എന്തുകൊണ്ടാണ് ആ മുടി മടഞ്ഞു കിടക്കുന്നത്? ബീർ ബഹൂട്ടിന്റെ നിറമുള്ള നിറമുള്ള ഏതാണ് ബീർ ബഹൂട്ടിന്റെ നിറം? ലാൽ നിറമുള്ള റിബൺ കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. ദൂസരി ദിശാക്കോ ജാത്തി. വേറെ ദിശയിൽ പോണ ഒരു ഇടവഴി കൂടെ ആര് പോണു? 5वीं से 6वीं से गया 11 साल का लड़का जा. 11 വയസ്സുകാരന് 5 ക്ലാസ്സിൽ നിന്ന് 6 ക്ലാസ്സിലേക്ക് പോണ മറ്റേ ഇടവഴി കൂടെ ആ കുട്ടി പോണ് കണ്ടു. तो कितने साल का था? बेला साहिल इतना साल का है? 11 साल का. इसकी पिंडली में बीर बहूटी क्या रंग का सा 1 इंच लंबा चोट का निशान है. അവന്റെ പിണ്ടിലിന് ആ കാലുമേ 1 ഇഞ്ച് നീളമുള്ള മുറിവുണ്ട്. ഏത് നിറത്തിലുള്ള? ബീർ ബഹൂട്ടിന്റെ. അപ്പൊ ഏതൊക്കെയാണ് ബീർ ബഹൂട്ടിന്റെ നിറമുള്ളത് പറഞ്ഞു ഇവിടെ? രണ്ടുപേരെയും മുറി അല്ലെ? കാലുമേനോ പിന്നെ തലേമേ ബേലയുടെ. പിന്നെ എന്താണ്? ഒന്ന് റിബണിന്റെ നിറം ചുവപ്പാണ്, കണ്ണിന്റെ നിറം ചുവപ്പാണ്. ആരുടെ? സാഹിലിന്റെ കണ്ണിന്റെ നിറം അല്ലെ? കരഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ എന്തിനായിട്ട് ബീർ ബഹൂട്ടിന്റെ ലാൽ റംഗ് ആയിട്ടാണ് പറയണത്. രണ്ട് കുട്ടികളും അവിടെ വേർപിരിയണ ആ വിഷമം കാണാണ്. അതാണ് അവിടെ മഴ പെയ്യുന്ന കണ്ണുനീരിന് മഴ പെയ്യുമ്പോൾ ഇവരെ കണ്ണും എന്താണ് മുറിവിന്റെ പാടും റിബണിന്റെ നിറക്കം എന്തായിട്ടാണ് സങ്കല്പിച്ചത്? ബീർ ബഹൂട്ടി കാ രംഗ്. സോ ബീർ ബഹൂട്ടി के रंग जैसा है दोनों का पैर का चोट. पैरिന്റെ ചോട്ടും സിർ കാ ചോട്ട്, റിബൺ കാ രംഗ്. എന്തൊക്കെയാണ്? കാലുമത്തെ മുറിയും നെറ്റിമത്തെ മുറിയും പിന്നെ റിബണിന്റെ കളറും പിന്നെ കണ്ണിന്റെ നിറവും ഒക്കെ എന്താണ്? ചുവപ്പാണ്. ഏത് നിറം പോലെ? ബീർ ബഹൂട്ടി കാ ലാൽ റംഗ് ജേസെ. ഇതാണ് സ്റ്റോറി. നമ്മളുടെ ഇതില് രണ്ട് കുട്ടികളുടെ വേർപിരിയല്. എങ്ങനെയാണ് അവർ ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, സ്കൂള് മാറുമ്പോഴുള്ള സങ്കടം. അതാണ് ഇവിടെ പ്രഭാത്ത് പറഞ്ഞ എഴുത്തുകാരൻ പറയണം. ഇപ്പൊ രണ്ട് കുട്ടികള് ഇവരൊക്കെയാണ് ബീല ഓർ സാഹിൽ. അപ്പൊ അവര് എന്താണ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോ കാണുന്നത്? പിടിക്കണത് എന്തോ ജീവിനെ പിടിക്കണുണ്ടല്ലോ. എന്തിനാണ്? ബീർ ബഹൂട്ടി. രണ്ട് കുട്ടികളുടെ വയസ്സും എത്രയാണ്? 11 साल का. दोनों बच्चे कौन से शहर में रहते थे? ഏത് ഗ്രാമത്തിലാണ് ഇതിൽ താമസിച്ച? कस्बे में रहते थे. फुलेरा. എവിടെയാണ്? फुलेरा कस्बे में रहता था. साहिल के पैर में कौन सा रंग का चोट का निशान था? चोट का निशान എങ്ങനെ എന്തായിരുന്നു മുറിവിന്റെ പാട്? ഏത് നിറത്തിലായിരുന്നു? ബീർ ബഹൂട്ടിന്റെ നിറമുള്ളത് അല്ലേ? പിന്നെ സാഹിൽ എങ്ങനെയാണ് മുറിവായത്? സ്റ്റൂൾ സെ ഗിര ഓർ കീൽ ലഗ്യ. കീൽ പറഞ്ഞ ആണി തട്ടിയിട്ടാണ് മുറിവായത്. പിന്നെ വേറെന്താണ്? സാഹിൽക്ക് ആഖേ, കണ്ണ് എന്തായിട്ടാണ് സങ്കല്പിച്ചത്? അതും ബീർ ബഹൂട്ടിക്ക് രംഗ് ജൈസ അല്ലെ? ഇവിടെ പറയണില്ലേ? साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें, रोनी सूरत साहिल, रोनी सूरत साहिल.
കരയണ സാഹില് പറഞ്ഞിട്ട് ഓനെ കളിയാക്കാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ കഥ. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഏത് കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയണത്? ബാരിഷ് അല്ലെ, വർഷ എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ ബീർ ബഹുട്ടിന്റെ നിറം കോൺസ റംഗ് കാ ഹെ ബീർ ബഹുട്ടി? ഏത് നിറത്തിലാ? ചുവപ്പ്, ലാൽ. പിന്നെ രണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞേ. ബേല ഓർ സാഹിൽ. वो कहाँ जा रहे हैं? എവിടേക്കാണ് അവർ പോണ രണ്ടുപേരും? സ്കൂൾ അല്ലേ, ഒരു സ്കൂളിലേക്കാണ് പോണത്. दोनों क्या खोजते हैं? എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നവര്? दोनों कौन सी क्लास में पढ़ते हैं? 5वीं അല്ലെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. ബേല का रिबन का रंग कौन सा है? റിബന്റെ നിറം ഏതാണ്? ലാൽ. പിന്നെ ബീർബഹുട്ടിനെ എങ്ങനെ വിശേഷിപ്പിച്ചെന്ന്? സുർക്ക്, എങ്ങനെ പറഞ്ഞെന്ന്? സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ദേ. ഭൂമിയിൽ നടക്കണ ചെറിയ ചോരത്തുള്ളികള്, നടക്കണ ചോരത്തുള്ളികള് പറയണു. പിന്നെന്താണ്? സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. സുർക്ക് പറഞ്ഞ രക്തവർണ്ണമുള്ള, രക്ത നിറമുള്ള, ചോര നിറമുള്ള അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജീവിയാണ്. അപ്പൊ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. പിന്നെ സാഹിലോ ബേല दोनों कैसे? സച്ചേ മിത്ര थे, അച്ഛേ മിത്ര थे പറഞ്ഞ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവര്. പിന്നെ രാജസ്ഥാന്റെ തലസ്ഥാനം എന്താണ്? തലസ്ഥാനം എന്താണ്? ജയ്പൂർ. ജയ്പൂരിലെ ഒരു സ്ഥലമാണ് ഫുലേര. അത് മറക്കരുത്. പിന്നെ ആർക്കാണ് മഷി നിറക്കേണ്ടത്? കിസ്കെ പേൻ മേ സ്യാഹി ഭർനി തീ? മഷി നിറക്കേണ്ടത് ആര് പെന്നിലായിരുന്നു? സാഹിൽ. എത്ര പൈസക്കാണ് കിട്ടുക? പൈസ സ്യാഹി ഭരി ജാതി. 5 പൈസക്ക് അന്ന് എന്താണ് മഷി നിറയ്ക്കാൻ പറ്റും. പിന്നെ കൃഷി ധാന്യങ്ങളൊക്കെ നിൽക്കുന്നത് തന്നെ. പിന്നെ എന്താണ്? മൂഫലി കാണുന്നുണ്ട്. എന്താണ് മൂഫലി പറഞ്ഞ? കടല, നിലക്കടല. അതിൽ മൂഫലി ചെടി ഉണ്ടാവുക, അതിൽ മഞ്ഞ നിറത്തില് പൂക്കള്. പിന്നെ എന്താ ലാൽ റംഗ് പറഞ്ഞ? സുർഖ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അതൊക്കെ ഇവിടെയാണ് ഇനി സാഹിൽ. പിന്നെ ബേല എവിടെ പഠിക്കാൻ പോകുന്നത്? രാജകീയ കന്യ പാഠശാല. കിസ്കെ സിർ പർ ചോട്ട് ലഗി? ആരെ തലയിലാണ് മുറിവായത്? ബേല. കിസ്കെ പേർ പേ ചോട്ട് ലഗി? കാലിമാരുടെ മുറിവായത്? സാഹിൽ. പിന്നെ എവിടെ നിന്നാണ് ഛത്തീസേ അല്ലെ, ടെറസിന്റെ മുകളിൽ. സാഹിൽ എവിടെ? സ്റ്റൂളിന്റെ മുകളിൽ. എന്താ തട്ടിയത്? പിന്നെന്താണ്? എന്താണ് അവർ തമ്മിൽ കാണിച്ചു കൊടുക്കുന്നത്? റിപ്പോർട്ട് കാർഡ് അല്ലെ. അവസാനമായിട്ട് അവര് സാധനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും നമുക്ക് തൊടാൻ പറ്റില്ല. മറ്റേത് അവര് ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. അവര് ബുക്കും പെൻസിലും ബോക്സും ബാഗൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, തൊട്ടും പിടിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് അല്ലെ. ബോക്സും ഒരു ബുക്കും ബാഗും ഒക്കെ. പക്ഷെ ഇനി ഒരിക്കലും അവർക്ക് ഒരുമിച്ചിരിക്കാനോ പഠിക്കാനോ ഒന്നും പറ്റില്ല. വേറെ വേറെ സ്കൂളിലേക്ക് പോവാണ്. എത്ര നീളം? പിന്നെ കാലും എങ്ങനെ മുറിവ്? കീല് കെട്ടിയിട്ട് ആണിയിട്ട് 1 ഇഞ്ച് നീളം, കുഴി പോലെ. പിന്നെ ഏത് ഹോസ്പിറ്റലാണ് അവര് രണ്ടുപേരും രണ്ടുപേരും മുറിവ് കെട്ടാൻ വരും. അങ്ങനെ അവര്
തമ്മിലുള്ള സംഭാഷണമാണ്. എന്താണ് ചോദിക്കണത്? ഇനി എവിടെ പഠിക്കണത്? രണ്ടുപേരും ഏത് സ്കൂളിലാണ് പഠിക്കണത്? ഒരാള് അജ്മീറിലും, ആരെയാണ് അജ്മീറിൽ പഠിക്കണത്? സാഹില്. മറ്റേ കുട്ടിയെ ബേലയോ? അവള് രാജകീയ കന്യാ പാഠശാല. അങ്ങനെ രണ്ടുപേരും ഫുലേറെ ഗാവിന്റെ കസ്ബെ കൂടെ നടന്നു പോവാണ്. സങ്കടപ്പെട്ടിട്ട് അവർക്ക് പിന്നെ എന്താണ് ഒരിക്കലും എന്താണ് ഒരുമിച്ച് ഒരു സ്കൂളില് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ആ ഇടവഴി കൂടെ നടന്നു പോവാണ്. ബേല അവളുടെ മുടിമ കെട്ടി ചോന്ന റിബണൊക്കെ കെട്ടി അവള് പോവാണ് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞോണ്ട്. മറ്റേ കുട്ടി സാഹിലും പോലെ മറ്റേ ഇടവഴി കൂടെ അവന്റെ കാലുമ്മ മുറിവിന്റെ അതും ചോര നിറത്തിലാണ്. ഇങ്ങനെ സങ്കടപ്പെട്ട് അവര് വേർപിരിഞ്ഞാണ് അവിടെ കഥ അവസാനിക്കുന്നത്. അപ്പൊ സങ്കടം തോന്നൂല്ലേ? നമ്മുടെ നല്ലൊരു കൂട്ടുകാരായിരുന്നു ബേലയും സാഹിലും. അവര് അവസാനം പിരിയാണ്. ഇവിടെ സാഹിലിന്റെ കണ്ണുകൾ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ട് ബീർ ബഹൂട്ടിന്റെ പോലെ ചോന്ന നിറമുള്ള. പിന്നെ ചെൽത്തി ബീർ ബഹൂട്ടിയാണ് നടക്കണ. ബീർ ബഹൂട്ടി എന്തിനായിട്ട് നടക്കണത്? ചോര തുള്ളികളെ പോലെയാണ് സങ്കല്പിച്ചത്. പിന്നെ സാഹിലിന്റെ കണ്ണോ അതും ബീർ ബഹൂട്ടിന്റെ നിറമുള്ള. പിന്നെ അതില് കണ്ണുനീര് ഒഴുകുന്നതോ ബാരിഷ് കി ബൂന്തി. അവന്റെ കണ്ണ് ചോന്ന നിറത്തിലായിരുന്നു. അത് ബീർ ബഹൂട്ടിനായിട്ട് കണ്ണുനീര് നിറഞ്ഞു സങ്കടം വേർപിരിയണം. അപ്പൊ അതിന് മഴത്തുള്ളികളായിട്ടാണ് സങ്കല്പിച്ചത്. പിന്നെ സാഹിലിന്റെ മുറിവിന് ബീർ ബഹൂട്ടിന്റെ നിറമുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം എന്താണ് ഓരോ സങ്കല്പിക്കുകയാണ്. ഇങ്ങനെ ഇത് എല്ലാതും ചുവപ്പ് നിറമായിട്ടാണ് കമ്പാരിസൺ. അപ്പോ നന്നായി കഥ വായിക്കാം. ബേല ഓർ സാഹിൽ അച്ഛേ ദോസ്ത് थे.